മക്കളെ, അൻവറ മിസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഇൻ ഹാർമണി എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻ ഹാർമണി എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ നമ്മൾ ആരൊക്കെയായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സ്. നമ്മുടെ ഡോഗ് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ക്യാറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ഇവർ രണ്ടുപേരും ചേസ് ചെയ്തിട്ട് വന്ന് നമ്മുടെ ക്രോനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാഠം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് പാവം നമ്മുടെ ഡോഗ് എന്താ ചെയ്തത്, നമ്മുടെ ക്രോൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്യുക ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കും, ഒരു സംഭാഷണം ചോദിക്കും, ഒരു കൺവെർസേഷൻ ചോദിക്കും അല്ലേ. എങ്ങനെയാണ് നമ്മളൊരു സംഭാഷണം എഴുതുക? ഇപ്പോൾ നിങ്ങൾ 3ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. മിസ് പറഞ്ഞു തരാം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സംഭാഷണം ചോദിച്ചാൽ നമ്മൾ അതിലെന്താണോ ചോദിച്ച ചോദ്യം അത് മാത്രം നമ്മൾ എഴുതാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് ക്യാരക്ടർ ആയാലും, ഇപ്പോൾ നമ്മുടെ ക്യാറ്റ് ആയാലും നമ്മുടെ ഡോഗ് ആയാലും ക്രോ ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ഹലോ അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ഗ്രീറ്റിംഗ് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺവെർസേഷൻ എഴുതുക. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താണോ നമ്മുടെ ചോദ്യം അല്ലേ, ആ ഒരു ചോദ്യം ബേസ് ചെയ്തിട്ടുള്ള 2-3 ഡയലോഗ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അതേപോലെ നമ്മുടെ കൺവെർസേഷൻ താഴെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് എൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ക്ലോസിങ് കൊടുക്കണം. ലൈക്ക് നമ്മളൊരു ബായ് പറയണം, അല്ലെങ്കിൽ നമ്മൾ സീ യു സൂൺ എന്ന് പറയും, അല്ലെങ്കിൽ സീ യു ടുമാറോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് എന്താവും, നമ്മളെ കോൺവെർസേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാവും. അപ്പോൾ ഈ ഒരു ഫോമാറ്റൊക്കെ നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും പഠിക്കണം. കാരണം നമ്മൾ 4ാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് LSS ഒക്കെ എഴുതാറുള്ളതാണ് അല്ലേ. ആ LSS ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലെ ഡിസ്കോഴ്സസ് ചോദ്യങ്ങൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക? അതിനാണ് നമുക്ക് എന്തുള്ളത്, സൈലം ഉള്ളത് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ 3ാം ക്ലാസ്സിൻ്റെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതേപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.